പലപ്പോഴും കുട്ടികൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഫ്രണ്ട്സ് എടുക്കുന്ന കോഴ്സുകൾ എടുക്കുക, ട്രെൻഡ് അനുസരിച്ചിട്ട് കോഴ്സുകൾ എടുക്കുക, സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കോഴ്സുകൾ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡാണോ, അതോ നിങ്ങൾക്ക് തിയറി ആണോ ഇഷ്ടം, അതോ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേണം നിങ്ങളൊരു കോഴ്സ് എടുക്കാനായിട്ട്. കാരണം നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ലൈഫ് ലോങ് ജോലി ചെയ്യേണ്ടത് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റുമായിട്ട് അനുയോജിച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കുക്കിംഗ് ഒക്കെ നല്ലപോലെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൾനറി ആർട്സ് നിങ്ങൾക്കൊരു ഓപ്ഷനാണ്. മാത്സ് ഇഷ്ടമുള്ള ഒരാളാണ്, കാൽക്കുലേഷൻസ് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് AI, അതേപോലെ തന്നെ ഡേറ്റാ സയൻസ് ഉള്ള പ്രോഗ്രാംസ് എടുക്കാം. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പോലെയുള്ള പ്രോഗ്രാംസ് എടുക്കാം. കൺവീൻസിങ് സ്കിൽസ് ഉണ്ട്, അതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. പിന്നെ അതേപോലെ ലോയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ LLM പ്രോഗ്രാംസ് എടുക്കാം, ക്രിമിനോളജി എടുക്കാം. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. അതായത് ഇന്ത്യയിൽ മാത്രമാണോ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉള്ളത്, അതോ എബ്രോഡും ഉണ്ടോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബൗണ്ടറീസ് ഇല്ലാത്തൊരു വേൾഡ് ആയിരിക്കും. ഇപ്പം ആലപ്പുഴയിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലോ ബാംഗ്ലൂരോ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇനിയിപ്പം ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ UK ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് എന്തൊക്കെ ജോബ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, എത്രയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി, എപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഫേസിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഗൂഗിൾ മാത്രം സെലക്ട് ചെയ്യാതെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് കണക്ഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. മാക്സിമം നിങ്ങൾക്കൊരു നോളജ് അക്വയർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊരു കോഴ്സ് എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു കോഴ്സ് എടുക്കുക.